ഹലോ, വെൽക്കം ബാക്ക്. റിയാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയായതുകൊണ്ട് കറി ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. കിളിമീനാട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ അവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഒരു പിഞ്ച് ഉലുവയും കുറച്ച് കടുകും ഒന്ന് പൊട്ടിക്കുക. ഉലുവ പൊട്ടി ഒന്ന് ചൂടായി വന്നിട്ടാട്ടോ ഞാൻ കടുകിട്ടത്. ആദ്യം തന്നെ രണ്ടും ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ ഉലുവ പൊട്ടി പോവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഉലുവയും കടുകൊക്കെ അവിടെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പ് എപ്പോഴും അധികം ചേർക്കുന്നത് നല്ലതായിരിക്കും മീൻ കറിക്കും ചിക്കൻ കറിക്കും ഒക്കെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു തക്കാളി, ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി 2 പച്ചമുളകും ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല പോലെ വെന്ത് ഉടഞ്ഞ് കിട്ടണം, എന്നാലേ നല്ല കുറുക്കിയ ചാറുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. അങ്ങനെ ഇടയിലൊന്ന് ഞാൻ തുറന്ന് ഇളക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അത്രയായിട്ടും വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇളക്കിയിട്ട് മൂടി വെച്ച്. നമ്മളിതിലോട്ട് മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര തക്കാളി വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല എണ്ണ തെളിയുന്നത് വരെ വേവിക്കുക. ഇപ്പം നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ എത്രത്തോളം വന്നിട്ടുണ്ട്. ഇത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും 4-5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചതാണിത്. അതൊന്ന് ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് ചേർക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വരട്ടെ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. അതൊഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ കറിക്ക് ആവശ്യമുള്ള വെള്ളം അത്രയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഞാൻ അധികം ഒന്നും ഒഴിക്കില്ല, കുറച്ച് മതി. എനിക്ക് കുറച്ച് കറി മതി കേട്ടോ. 2 മീനുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കറി മതി. ഇനി പൊടികളൊക്കെ ഒന്ന് വേകുന്നത് വരെ അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഉപ്പോ മുളകോ എന്താ കുറവില്ലത് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി റെഡിയാക്കി നമുക്ക് മീനിട്ട് കൊടുക്കുക. പൊടി നല്ലപോലെ വെന്തതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാവൂ കേട്ടോ. മീനിന് അധികം വേവില്ല, അതുകൊണ്ട് തന്നെ പൊടികളൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മീൻ വെന്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് മീനിട്ടതിന് ശേഷം പതുക്കെ മാത്രമേ ഇളക്കി കൊടുക്കാവൂ. അധികം നേരം ഇളക്കാനും പാടില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പ് എത്ര ഉണ്ടോ അത്രയും ടേസ്റ്റാണ് ഇതിന്. അതുകൊണ്ട് തന്നെ കുറച്ച് കറിവേപ്പും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. തീ ഓഫ് ചെയ്ത് അതങ്ങനെ അവിടെ കിടക്കട്ടെ. വെളിച്ചെണ്ണൻ്റെയും കറിവേപ്പിൻ്റെയൊക്കെ സ്മെല്ല് അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുക. ഉണ്ടോ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല കുറുകിയ ചാറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ.